പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു. മതപരമായി ഭിന്നിപ്പിക്കാനുള്ള അജണ്ടയുമെത്തി. അയോധ്യയിൽ മാത്രമായി മതപരമായ വിഭജനം പൂർത്തിയാകില്ല എന്ന് കണ്ട മോദി സർക്കാർ പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കി ഇരട്ടാഘാതമുണ്ടാക്കിയിരിക്കുകയാണ്. സിഎ പ്രതിരോധിക്കുമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഒരപേക്ഷയും കേരളത്തിന്റെ മുന്നിലില്ല. എന്നാലും രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നത്. കേരളം പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല എന്നും രാജ്യത്ത് നടപ്പാക്കിയ നിയമം കേരളത്തിന് നടപ്പാക്കാതിരിക്കാനാകില്ല എന്നുമാണ് ബിജെപിയുടെ നിലപാട്. കേരളത്തിന് പ്രതിരോധിക്കാനാകും. എ റഹീം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ്, റിജുൽ മാക്കുറ്റി കോൺഗ്രസ്, എൻ ഷംസുദ്ദീൻ മുസ്ലിം ലീഗ്, ജെ.ആർ. പത്മകുമാർ ബിജെപി. ആദ്യം ജെ.ആർ. പത്മകുമാർ, കേരളം ആവർത്തിച്ചു പറയുന്നു കേരളം ഈ നിയമത്തെ പ്രതിരോധിക്കും എന്ന്. ആ ഇച്ഛാശക്തി, ആജ്ഞാശക്തി കേരളം മാത്രമല്ല, തമിഴ്നാടുണ്ട്, ബംഗാളുണ്ട്. അതിനെങ്ങനെ കേന്ദ്ര സർക്കാർ മറികടക്കും? ഒരു ഇച്ഛാശക്തിയുമല്ല, ഒരു ആജ്ഞാശക്തിയുമല്ല, മറിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് നേടുക എന്നുള്ളതിനപ്പുറം ഒരു രീതിയിലുള്ള ഒരു എതിർത്തിനും കേരളത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അഭിപ്രായം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. കേന്ദ്രം പാസ്സാക്കുന്ന ഒരു പാർലമെൻറ്റ് പാസ്സാക്കുന്നൊരു നിയമം, പ്രത്യേകിച്ച് യൂണിയൻ ലിസ്റ്റിൽ വരുന്നൊരു കാര്യത്തിന് ഒരു സംസ്ഥാനത്തിന് ഒരിക്കലും നിയമപരമായി, ഭരണഘടനാപരമായി മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഞങ്ങൾ അതിൽ നിന്ന് മാറി നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യം ഇതിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ നോക്കൂ, ഒന്ന് കേരളത്തിന്റെ മുന്നിൽ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിൽ നിന്നോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരാളുടെ പോലും അപേക്ഷയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഓൺലൈനായിട്ടാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ നടപടിക്രമം. 2 കമ്മിറ്റികളുണ്ട്, രണ്ടിലും സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി ക്ഷണിതാവ് മാത്രമാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങളിത് പ്രതിരോധിച്ച് കളയും എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ലേ? അല്ല, ഇവിടെ നമുക്കറിയാമല്ലോ, ഈ CAA നിയമം ഇവർ കൊണ്ടുവന്നത് 2019 ആ 19 കൊണ്ടുവന്ന നിയമം ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു നിയമം കൊണ്ടുവന്നാൽ അത് നടപ്പാക്കണമെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ, റൂൾസ് കൂടി വന്നാലേ കഴിയൂ. ഇപ്പോൾ ഇന്നലെ വന്ന റൂൾസ് നമ്മളൊക്കെ കണ്ടു. ഈ നിയമം എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതിനെങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, അതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. സത്യത്തിൽ ഒരു കേന്ദ്ര നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അതിൽ വലിയ റോളില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ പറയുന്ന അഭിപ്രായം അത് ആ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അഭിപ്രായമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു വെയിറ്റ് ഉണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക്. പക്ഷേ നോക്കൂ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാർലമെന്ററി സമിതികളിൽ 9 തവണയാണ് ഹോം മിനിസ്ട്രി എക്സ്റ്റൻഷൻ എടുത്തിട്ടുള്ളത്. ഷെയ്ൻ ഷംസുദ്ദീൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് മതി ചട്ടം രൂപീകരിക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെയാണോ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാക്കിയത്, സമാനമായ വിധത്തിൽ ഇപ്പോൾ CAA ചട്ടം രൂപീകരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കാണുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ ചിലപ്പോൾ ഇത് നേരിട്ട് ബാധിക്കില്ലായിരിക്കും. അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഇക്കാര്യത്തിൽ ചിലപ്പോൾ കോടതിയിൽ പോകുന്നുണ്ടാവുക, ഇതിനെതിരെ പരസ്യമായ നിലപാടെടുക്കുന്നുണ്ടാവുക. പക്ഷേ അതല്ല ബംഗാളിൻ്റെ സ്ഥിതി. ബംഗാളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ്, പ്രത്യേകിച്ച് അസം അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം നേരിടുന്നത്. ആ ബംഗാൾ മുഖ്യമന്ത്രിയും പറയുന്നത് ചട്ടം കാണട്ടെ എന്നൊക്കെയാണ്. ചട്ടം കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നത്തോടുകൂടി. ചട്ടം കാണുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഓൺലൈനായിട്ടാണ് ഓരോരുത്തരും അപേക്ഷ നൽകേണ്ടത്. ഈ അപേക്ഷയുടെ ഹാർഡ് കോപ്പി ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചാൽ മതി. മാത്രമല്ല, 2 കമ്മിറ്റികൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, 2 കമ്മിറ്റിയിലും പ്രത്യേക ക്ഷണിതാവാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി.
ഈ ആൾക്ക് പൗരത്വം നൽകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രതിനിധികളാണ്. അതുകൊണ്ട് ഷെയ്ൻ ഷംസുദ്ദീൻ, നമ്മൾ ഈ പറയുന്ന ചട്ടങ്ങൾ രൂപീകരിക്കാൻ വൈകിയതൊക്കെ കൃത്യമായ ആലോചനകൾക്ക് ശേഷമാണ്. അവിടെയാണ് സംസ്ഥാനങ്ങളുടെ പ്രതിരോധം വരുന്നത്. അത് വെറുതെയാണ്. അല്ല, ഇവിടെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചട്ടങ്ങൾ വൈകാനുള്ള ഒരു കാരണം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചട്ടം പുറത്തു വന്നു, പക്ഷേ ചട്ടങ്ങൾ വൈകാനുള്ള മറ്റൊരു കാരണം ഈ നിയമം തന്നെ പാസ്സാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് 200 കേസുകൾ, അതിൽ ആദ്യം കൊടുത്ത കേസ് ഞങ്ങളുടെ പാർട്ടി ലീഗ് കൊടുത്ത കേസാണ് ആദ്യത്തെ കേസ്. അതിനെ തുടർന്ന് 200 കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. ഒരു സംഗതി കോടതിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പിന്നെ അതിൽ തുടർ നടപടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പൗരനും സർക്കാരും ഒക്കെ പാലിക്കേണ്ട മര്യാദയാണ്. അപ്പൊ CAA നിയമം അത് വാലിഡ് ആണോ അല്ലയോ എന്നതാണ്. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അവിടെ പെൻഡിങ് ആയി നിലനിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ധ്രുവീകരണത്തിന് വേണ്ടി, മതപരമായ പോളറൈസേഷന് വേണ്ടി വളരെ പെട്ടെന്ന് ഇതിൻ്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് രാജ്യത്തൊരു പ്രയാസം ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അതുവഴിയുള്ള വർഗീയ ധ്രുവീകരണത്തിലൂടെ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ചർച്ചകൾ മാറ്റാനുമാണ്. ഇവിടെ കർഷകരുടെ പ്രശ്നമുണ്ട്. ഇവിടെ ഈ നാട് 10 കൊല്ലം കൊണ്ടുണ്ടായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അധോഗതികളുണ്ട്. ലോകത്തെ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ പോവുകയാണ്. പെട്രോൾ പ്രൈസിന്റെ അമിതമായ വർധനവുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. ഇതൊന്നും ചർച്ചയാവരുത്, ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച മാറണം എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഈ സംഗതി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ ഭരണഘടനാ സ്വാധീനത ചോദ്യം ചെയ്തുകൊണ്ട് 200 കേസുകൾ നിലനിൽക്കുകയും കോടതി അത് മുഴുവനും നോക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാം കൂടി ഇവിടെ വിചാരണ നടത്തി പൂർത്തിയാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് ലീഗാണ്. പക്ഷെ അവിടെ ഒരു അക്കാദമിക് ചോദ്യം ചോദിച്ചോളൂ. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം പ്രാബല്യത്തിൽ വരാൻ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കണം. പ്രസിഡൻഷ്യൽ അസന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ നിയമം ലോ ഓഫ് ദ ലാൻഡ് ആണ്. ആണ്. പക്ഷേ ലോ ഓഫ് ദ ലാൻഡ് നടപ്പാക്കുന്നത് അതിന്റെ ചട്ടങ്ങൾ കൂടി വരണം. ഇപ്പോൾ നിങ്ങൾ ഈ ചട്ടങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ നിയമത്തിൽ പറഞ്ഞ സംഗതികൾ നടപ്പാവണമെങ്കിൽ ചട്ടം വേണം. അപ്പൊ ചട്ടം ഇത്രയും വൈകിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്തിനാ ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് കൊണ്ടുവച്ച് വരുന്നത്? അത് മാത്രമല്ല, നിയമം പാസ്സാക്കിയിട്ട് ചട്ടങ്ങളില്ലാത്ത ഒരുപാട് നിയമങ്ങൾ ലാപ്സായി പോയിട്ടുണ്ട് രാജ്യത്ത്. ഇതുപോലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ പാസ്സാക്കിയ ഒരുപാട് നിയമങ്ങൾക്ക് ചട്ടങ്ങൾ വരാത്തത് കൊണ്ട് നിയമം നടപ്പാകാതെ പോയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. ചോദിക്കുന്നതിന് എനിക്ക് റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മാത്രം ഒരു മറുപടി ഞാൻ ഷിജാർ പത്മകുമാറിൽ നിന്ന് തരട്ടെ. ഷിജാർ പത്മകുമാർ, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ഹിന്ദുവാണ്. എനിക്ക് ഇപ്പോൾ CAA പ്രകാരം ഈ കമ്മിറ്റികളിൽ ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു. എനിക്ക് പൗരത്വം ലഭിച്ചു. നാളെ കോടതി ഈ നിയമം അസാധുവാക്കുന്നു എന്ന് കരുതുക. അപ്പോൾ എനിക്ക് പൗരത്വം തന്ന സർക്കാർ പിന്നെ എന്നെ എന്ത് ചെയ്യും? പൗരത്വം റദ്ദ് ചെയ്യുമോ? അല്ല, ഒരു നിലവിലുള്ളൊരു നിയമത്തെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയിട്ട് അങ്ങനെ ഒരു സ്റ്റേയും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേ കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ റൂൾസ് വന്നിട്ട് നിയമം നടപ്പിലാക്കുമ്പോൾ അതനുസരിച്ച് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗൈഡ് ലൈൻസും ബാക്കി കാര്യങ്ങളും അനുസരിച്ച് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ സുപ്രീം കോടതി നാളെ അൺകോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകും. അതൊരു സ്വാഭാവിക നടപടിയല്ലേ. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ട് പോകാൻ കഴിയും. അല്ലെന്താ തെറ്റ്? അതാണല്ലോ സുപ്രീം കോടതി. സംശയങ്ങളുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല, കാരണം നമുക്ക് മാത്രമായി ചർച്ച ചെയ്യാൻ കഴിയില്ല. AR റഹീമും ചർച്ചയിൽ പങ്കെടുക്കുന്നു. പക്ഷേ ശ്രീ റിജിൽ മാക്കുറ്റി, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതപരമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ
ഷംസുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാജ്യത്തൊട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും അല്ല ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യുക. 2014-ലും 2019-ലും 2024-ലും ഉള്ളതാണ്. നമ്മൾ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് യഥാർത്ഥത്തിൽ ഇത് മതപരമായ ഭിന്നിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സഹായിക്കുകയാണോ റിജിൽ മാക്കുറ്റി? ശ്രീ നികേഷ്, യഥാർത്ഥത്തിൽ BJPയുടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണല്ലോ. ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു നിയമം ഇവിടെ നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തത്. 4 വർഷക്കാലം ചർച്ച ചെയ്തത് 4 ദിവസം കൊണ്ടാണ് ഇത് പാസ്സാക്കി നിയമമാക്കി മാറ്റാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നത്. സ്വാഭാവികമായും അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെയാണ് ഇവർ കൊണ്ടുവന്നത്. അത്തരമൊരു നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധ തെരഞ്ഞെടുപ്പിനകത്ത് മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വിഷയവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഇത് നമ്മൾ ഇത്തരം ഒരു വിഷയം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനകത്ത് മൗനത്തിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന ഇക്വാലിറ്റി, അതിനെതിരെയുള്ള വലിയ രൂപത്തിൽ കടന്നാക്രമണമാണല്ലോ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മതഭേദം കൂടാതെ എല്ലാവർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു രാജ്യത്ത്, ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്ത് ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ആ നിയമം നടപ്പാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ്? അപരത്വം കൽപ്പിക്കുകയാണ്. അപരത്വം കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മുസ്ലിം മതവിശ്വാസികളെ മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനകത്ത് മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ള നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നിയമം അതിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം മലയാള സിനിമ ജനഗണമന എന്ന സിനിമയിലാണ് ഇതിൻ്റെ അകത്തൊരു പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗുണ്ട്, ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല. അത് തന്നെയാണ് BJPയോടും നരേന്ദ്രമോദിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രാജ്യം ഇവർ ആർക്കും തറവാട്ട് സ്വത്ത് എഴുതി കൊടുത്തൊന്നുമല്ല. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് ഈ നാട്. ഈ നാട്ടിനകത്തെ ഭരണഘടനാപരമായി ഒരു പൗരന്റെ അവകാശം നേരെ കടന്നാക്രമണം നടത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പഞ്ചപുച്ഛമടക്കി തലകുനിച്ച് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രക്ഷോഭം 2019 നമ്മൾ കണ്ടില്ലേ? രാജ്യത്തെമ്പാട് പ്രക്ഷോഭം നടത്തിയത് ആരാ? ഈ പറയുന്ന ഈ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയുന്ന മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ, ഈ രാജ്യത്തെ എല്ലാ ആളുകളും. അതിനകത്ത് ജാതിയും മതവും ഉണ്ടായിട്ടില്ല. കുരിശ് വരിക്കുന്നവരും ചന്ദനപ്പൊട്ട് ധരിക്കുന്നവരും നിസ്കാരത്തയമ്പുള്ളവരും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ BJPയുടെ സംഘപരിവാറിന്റെ ഈ കാടത്ത നിയമത്തിലായിട്ട് പോരാട്ട തെരുവിൽ നടത്തിയത്. ആ പോരാട്ടം കേവലം മുസ്ലിങ്ങൾ മാത്രമാണ് സമരം നടത്തുക എന്ന് BJP കരുതിയപ്പോൾ, നരേന്ദ്രമോദി കരുതിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഡൽഹിയിലെ തെരുവുകൾ, കലാലയങ്ങൾ, ക്യാമ്പസുകൾ എല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രതിരോധിച്ചല്ലേ? ആ പ്രതിരോധം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു മതവിശ്വാസപരമായി ഒരു പ്രധാനമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഭരണഘടന അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒരു മതത്തിന്റെ ചടങ്ങിൽ ആചാര്യനായി വന്നത് എന്നുള്ളതാണ്. അത് തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് പ്രാണപ്രതിഷ്ഠ നൽകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഹിന്ദു മതവിശ്വാസ പ്രകാരം ആ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ആ വിശ്വാസം എതിരായിക്കൊണ്ടുള്ള ഒരു നിലപാട് അവിടെ സ്വീകരിച്ചു. അപ്പൊ അത് വേണ്ട രീതിയിൽ രാജ്യത്തെമ്പാടും ഇവർക്ക് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചില്ല. രാമക്ഷേത്രം മാത്രം പറഞ്ഞ വോട്ട് കിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഏറ്റവും തുറുപ്പ് ചീട്ടായി രണ്ടാം വിഭജനം, കഴ്സൺ പ്രഭുവിന്റെ മറ്റൊരു അവതാരമായ അമിത്ഷയും നരേന്ദ്രമോദിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഈ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ചെറുക്കും. അതിന്റെ മുമ്പിൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ഹർജി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ 200ഓളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പോഴാണ് ഇപ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നു. പക്ഷേ നോക്കൂ, ഇതിൻ്റെ ഒരു ആകത്തുക താങ്കൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ്. എന്ത് ചെയ്യാൻ സാധിക്കും? ശരിയാണ്, നിയമപരമായിട്ടുള്ള കോടതിയിൽ പോകാനുള്ള അവകാശം എന്നതിനപ്പുറത്തേക്ക്. അല്ല, ഇത് ജനങ്ങളുടെ പ്രതിരോധം ഉയർന്നു വരിക എന്നുള്ളതാണ്. BJP RSSനാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഓർഗനൈസേഷനാണ്. RSS തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറില്ല. പക്ഷേ RSSന് വേണ്ടി BJPയാണ് മത്സരിക്കാറുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന RSSൻ്റെ ഐഡിയോളജി ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നതാണ്. ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് രൂപം കൊണ്ട നാനാത്വത്തിൽ ഏകത്വമാണ്, പ്ലൂറലിസമാണ്, വൈവിധ്യമാണ്. അപ്പോൾ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കി ഇന്ത്യയെ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് മാറ്റി ഒരു വംശീയ റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ളതാണ് RSSൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി. അതിനു വേണ്ടിയിട്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വരുന്നതും. അപ്പോൾ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതൊക്കെ ചെയ്യും, ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യും എന്ന് കാണിക്കുക കൂടിയാണ് അവർ ഈ കൂട്ടത്തിൽ ചെയ്യുന്നത്.
അപ്പോൾ പറയുന്നതെന്ത് ചെയ്യുന്നതെന്ത് അത് രാജ്യത്തിൻ്റെ ഭരണഘടനാ സങ്കല്പങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് ഞങ്ങൾ എതിർക്കുന്ന മുഴുവൻ പേരുടെയും അഭിപ്രായവും നിലപാടും. അതാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ ചിന്തിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനോട് ചോദിച്ച ചോദ്യം ഇതിലെന്ത് ചെയ്യാനാകുമെന്നാണ്. കാത്തിരുന്ന് കാണാം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആ ജനങ്ങൾ ഇതുപോലെ തെറ്റായ നിലപാടുകൾ ഭരണഘടനാ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെ ആ ഭരണാധികാരികളെ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാകും എന്ന് കരുതിയാണ് BJP മുന്നോട്ട് പോകുന്നതെങ്കിൽ BJPക്കെതിരെ ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനത ഉണർന്നു പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. BJP ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇതിൽ നിന്ന് വേറൊരു കാര്യം എന്താ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടേത്. നോക്കൂ, ഇവിടെ വളരെ വ്യക്തമായി തന്നെ റഹീം BJPയുടെ കർണാടകത്തിൽ നിന്നുള്ള ഒരു MP പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 3/2 ഭൂരിപക്ഷം നമുക്ക് ആവശ്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റുന്നതിന് വേണ്ടി എന്നുള്ളത്. ഇപ്പോൾ പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ 75 വർഷം മുമ്പ് RSS എഴുതി വെച്ചിട്ടുള്ളതുമാണ്. അതൊന്നും വളരെ ഒളിച്ചു കിടത്തുന്ന കാര്യങ്ങളും അല്ല. അപ്പോൾ പിന്നെ ഇക്കാര്യത്തിലൊന്നും സംശയം വേണ്ട എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ അതിനെതിരെയുള്ള പ്രതിരോധമാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പറയുന്നു ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന്. എങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയും? 2 കമ്മിറ്റികളിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി വെറും ക്ഷണിതാവ് മാത്രമാണ്. നിങ്ങളിത് നടപ്പാക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഈ കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ബംഗാൾ സർക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന്. മമതാ ബാനർജിക്കൊന്നും ഒന്നും ചെയ്യാനില്ല, കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ആരുടെ അപേക്ഷ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്, ആരുടെ അപേക്ഷ സ്വീകരിച്ച് പൗരത്വം നൽകണം എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പിന്നെ അതിനൊന്നും റോളില്ല. അല്ല, വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ മടിക്കുത്തിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഞങ്ങളിത് ജനങ്ങളോട് കേരളം നൽകുന്ന സന്ദേശം എന്താണ്? കേരളം നൽകുന്ന സന്ദേശം രാജ്യത്തിന് പൊരുതുവാനുള്ള സന്ദേശമാണ്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരോട് ഇത്തരമൊരു പാതയിലൂടെ കടന്നു വരൂ എന്ന് ധൈര്യപൂർവ്വം നമ്മൾ പറയുകയാണ്. അത് പൗരത്വ ഭേദഗതി നിയമം അവർ കൊണ്ടുവന്ന 2019 മുതൽ ഇങ്ങോട്ട് ഞങ്ങളെടുക്കുന്ന നിലപാട് അങ്ങനെയല്ലേ? കേരളം കൊടുക്കുന്നൊരു സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശത്തിൽ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ ഇത് വരുന്നില്ലല്ലോ എന്നതൊന്നും പ്രസക്തമല്ല, കാര്യമല്ല. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോയാലോ? ഇത് തുടക്കം മാത്രമാണല്ലോ. ഇത് തുടക്കം മാത്രമാണ്. ഇപ്പോൾ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പൗരത്വത്തിന് മതം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇത് അതിനപ്പുറത്ത് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു സന്ദേശമാണ്, ഞങ്ങളിതിനൊന്നും വിട്ടുതരില്ല. അടിവരയിട്ട് പറയുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങൾ കീഴടങ്ങില്ല, ഞങ്ങൾ ശക്തമായി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ഒരു സംസ്ഥാന ഗവൺമെൻറ് അവിടുത്തെ ജനതയുടെ ആകെ ആഗ്രഹവും ശബ്ദവും പ്രകടിപ്പിക്കുകയാണ്. അത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാകേണ്ടതാണ്. പക്ഷേ ഇതുപോലെ കരുത്തുറ്റൊരു ശബ്ദം ദൗർഭാഗ്യവശാൽ കർണാടകയിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ശക്തമായൊരു ശബ്ദം, ഇതുപോലെ ശക്തമായൊരു ശബ്ദം തൊട്ടപ്പുറത്ത് തെലുങ്കാനയിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഇന്ന് വരും നാളെ വരും, ശ്രീ അമിത്ഷാ തന്നെ ദേശീയ മാധ്യമത്തോട് വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ഇലക്ഷന് മുമ്പ് ഈ പറയുന്ന ദിവസങ്ങളിൽ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വരും, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു. ഈ കാലയളവിലാണ് മാർച്ച് ആദ്യവാരത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്, നരേന്ദ്രമോദി എനിക്ക് സഹോദര തുല്യനാണെന്ന് മാത്രമല്ല ഗുജറാത്തിലെ മോഡലാണ് ഞാൻ പിന്തുടരാൻ അതിനുള്ള മറുപടി എന്തുകൊണ്ടാണ് കർണാടകത്തിലെയും തെലങ്കാനയിലും സർക്കാരുകൾ CAA നടപ്പാക്കില്ല എന്ന് പറയുന്നത്? തീർച്ചയായും കോൺഗ്രസ് പറയാത്തത് ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയേണ്ട ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായി ആ വിഷയത്തിനകത്ത് നിലപാടുകൾ പാർട്ടി തീരുമാനിക്കും, ഒരു തർക്കവുമില്ല. ഇവിടെ പിന്നെ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം അതിന് മുമ്പ് 2019 നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ലക്ഷ്യം കോൺഗ്രസിന് ഇതിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് CPM-ന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി അവർ നടത്തോട്ടെ.
അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണല്ലോ ഗുജറാത്തിലേക്ക് വികസനം പഠിക്കാൻ ആളെ അയച്ചു കൊടുത്തത് അതായിരുന്നല്ലോ കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ക്യാമ്പയിൻ. നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ഇതാ പിണറായി വിജയൻ സർക്കാർ ഞങ്ങൾ ഗുജറാത്തിലേക്ക് ആളെ അയച്ചിട്ടുണ്ട്, എന്ത് പഠിക്കാൻ, വികസനം പഠിക്കാൻ. എന്നിട്ടാണോ നിങ്ങൾ ആരെ അയക്കാത്തത്? ആരാ പോകാഞ്ഞത്? നിങ്ങളുടെ ചീഫ് സെക്രട്ടറി, നിങ്ങൾ ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയില്ലേ? ഏറ്റവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങൾ എവിടെയും ഗുജറാത്തിൽ മത്സരിച്ചിട്ടില്ല. നിങ്ങൾ രാജ്യത്ത് ഈ കേരളത്തിൽ ഗുജറാത്ത് വികസനം പഠിക്കാൻ നിങ്ങൾ ആളെ അയച്ചു കൊടുത്തിട്ടില്ലേ? ആരെ അയച്ചു കൊടുത്തു? ആര് പോയില്ലേ? ഉദ്യോഗസ്ഥന്മാർ പോയില്ലേ? അതായിരുന്നു ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലെ ക്യാമ്പയിൻ. ശ്രീറഹീം, മനസ്സിലായില്ലേ? ആ ക്യാമ്പയിൻ ആരെ? ഉദ്യോഗസ്ഥന്മാരെ അയച്ചു കൊടുത്തു പഠിക്കാൻ, വികസനം പഠിക്കാൻ. അതെ, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു കൊടുത്തു. ആ ഉദ്യോഗസ്ഥന്മാർ അയച്ചു കൊടുത്ത ക്യാമ്പയിനാണ്. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളാണ് അവിടെ പോയത്. ആ കേസ് പിൻവലിച്ചോ നിങ്ങൾ? ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ അയച്ചു. നികേഷ്, ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. അത് ക്യാമ്പയിൻ ആയിരുന്നു. അവിടെ CPM ഇപ്പൊ രാജ്യത്തെമ്പാടും നിങ്ങൾ BJP ആയി ഫൈറ്റ് ചെയ്യുന്ന എത്ര പാർലമെന്റ് ഉണ്ട്? പ്രക്ഷോഭം എന്ന് പറയുന്നത് കേരളം ആണ് യഥാർത്ഥത്തില്. കേരളത്തിൽ നിന്നുള്ള മതേതരവാദികളാണ് ഒരു പാർട്ടിയോട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മതേതരവാദികളാണ് ഈ പ്രക്ഷോഭത്തിന്റെ മുന്നണിയിൽ നിന്നിട്ടുള്ളത്. കേരളത്തിൽ നടന്ന 831 കേസുകൾ, അതിൽ 114 മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. പറയട്ടെ മറുപടി. ഇപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തു പിടിക്കുന്നത്, കുറേ ദിവസമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിൽ ഉള്ള മതേതരവാദികൾ മാത്രമല്ല, രാജ്യത്തിലെമ്പാടും രാമചന്ദ്ര ഗുഹയെപ്പോലുള്ള പ്രധാനപ്പെട്ട പോരാളികൾ, അദ്ദേഹം ഇൻ്റലക്ച്വലാണ്, ഹിസ്റ്റോറിയനാണ്, അദ്ദേഹം എല്ലാം അന്ന് CAA-ക്കെതിരായ പ്രക്ഷോഭത്തിൽ അറസ്റ്റ് വരിച്ചിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ജാമിയയിലെ വിദ്യാർത്ഥികൾ, JNUവിലെ വിദ്യാർത്ഥികൾ, അങ്ങനെ രാജ്യത്തെമ്പാടും അന്ന് വലിയ പ്രക്ഷോഭമുഖങ്ങൾ ഉയർന്നു വന്നു. അത് എല്ലാ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഇൻ്റലക്ച്വൽസ്, എത്രയോ പേരാണ് അവരുടെ രാജ്യം നൽകിയ ആദരവുകൾ തിരിച്ചു കൊടുത്ത് പ്രതിഷേധിച്ചത്. അപ്പോൾ അങ്ങനെയായിരുന്നു അന്ന് രാജ്യത്ത് ഉയർന്നു വന്നത്. അതിൽ കേരളം വലിയ ശക്തമായി മുന്നോട്ട് വന്നു. അന്ന് അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ പ്രതിപക്ഷത്തോട് തന്നെ സഹകരണം ആവശ്യപ്പെട്ടു. കേരള നിയമസഭ പ്രമേയം പാസാക്കി. അങ്ങനെയാണ് ഞങ്ങളതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയത്. എൻ്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു. നികേഷ് ആ ചോദ്യം തന്നെയാണ് റിജൽ മാക്കുട്ടിയോട് ചോദിച്ചത്. അദ്ദേഹം അതിന് ഉത്തരം പറയാതെ വേറൊരു ചോദ്യം എന്നോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്നലെ സഖാവ് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായതുപോലൊരു പ്രസ്താവന കർണാടക മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല? എന്തുകൊണ്ടാണ് അപ്പുറത്ത് രേവന്ത് റെഡ്ഡിയിൽ നിന്ന് ഉണ്ടാകാത്തത്? തെലങ്കാനയിൽ എന്തുകൊണ്ടാണ് ഹിമാചൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാത്തത്? ഇതൊക്കെ ലളിതമായ ചോദ്യമാണ്. അതിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ എനിക്കറിയില്ല ഏതാണ് ആ ഉചിതമായ മുഹൂർത്തം എന്നെനിക്കറിയില്ല, ബ്രഹ്മമുഹൂർത്തം ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. ഇത് പ്രേക്ഷകർ കേട്ടല്ലോ. ഇതിന് തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിച്ചത്, ഈ പറയുന്ന കഴിഞ്ഞ 2019 കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ആ സമരങ്ങളുടെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്നാണ്. നികേഷേ, ഏത് കേസുകളും പിൻവലിക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചാലും ചില കേസുകൾ പിൻവലിക്കാനാകില്ല. കാരണം എന്താണ്? ചില കേസുകളുടെ സ്വഭാവമാണ്. ഇപ്പോൾ ആര് പ്രതിയായ കേസാലും, പോലീസിന് നേരെ അക്രമം ഉണ്ടായൊരു കേസാണ്, പോലീസ് ആക്രമിക്കപ്പെട്ട കേസാണ്, പൊതുമുതൽ നശീകരിക്കപ്പെട്ട കേസാണൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിന് പിൻവലിക്കാൻ അധികാരമില്ല. ഈ ഒരു കേസിലും, CAA-യിൽ മാത്രമല്ല, ഒരു കേസിലും. എന്താ കാരണം? അത് കോടതിയുടെ ഡയറക്ഷനാണ്, കോടതിയുടെ ഉത്തരവാണ്. ഇനി ഇവർ പിൻവലിച്ചില്ല എന്ന് പറയുന്ന കേസുകളുടെ എണ്ണം ഇവർ പറയുന്നൊരു കണക്കാണ്. അതിൻ്റെ മെരിറ്റിലേ അറിയാൻ പറ്റുള്ളൂ, ഓരോന്നിൻ്റെയും മെരിറ്റിൽ. ഇനി കേസ് പിൻവലിക്കാതെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കേസ് പിൻവലിച്ചത് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. നികേഷിന് ഓർമ്മയില്ലേ? ട്രിവാൻഡ്രം MG കോളേജിൽ RSSകാർ കയറി പോലീസുകാരെ ആക്രമിച്ചു. പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ പോലീസുകാരെ അല്ല, ഒറ്റ കാര്യം, ആ പോലീസുകാരെ ആക്രമിച്ച കേസ് RSSകാർ കേസ് പിൻവലിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. അല്ല, നോക്കൂ, അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വലിച്ചുകൊണ്ടുവന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ടാവും. ഇല്ല, അതിലേക്ക് ഞാൻ ചർച്ചപ്പെടുന്നില്ല. നമ്മളിപ്പോ നോക്കൂ, ഒത്തുതീർത്ത് കൊടുത്തതിന്റെ പരാതി നിയമസഭയിൽ പറഞ്ഞ CPI നേതാവാണ് P. ജയരാജനെ കാര്യമില്ലാത്ത വിഷയമാണ്.
ആർട്ടിക്കിൾ 14ന്റെ ലംഘനം എന്നുള്ളതാണ്. നമ്മള് കേരളക്കാർ മലയാളികൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും സജീവ ചർച്ച നടത്താറുണ്ട്. നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മതേതരത്വവും ഭരണഘടനയും ഒക്കെ തന്നെയും ആർട്ടിക്കിൾ 14ന്റെ ലംഘനം എന്ന് കേരളം പറയുമ്പോൾ ശ്രീ ജെ.ആർ. പത്മകുമാർ അതിനെന്ത് മറുപടിയാണ് കേന്ദ്ര സർക്കാരിന് ബി.ജെ.പിക്ക് നൽകാനുള്ളത്? അല്ല, അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, താങ്കൾ നികേഷ് കുമാർ ഉൾപ്പെടെ നാല് പേര് ഈ വിഷയത്തിൽ BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ പറയുമ്പോൾ നിങ്ങൾ തങ്ങളിൽ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് അവസരം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല. രണ്ട്, ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിനിമകളിലൊക്കെ പലരും പല ഭാഷകൾ ഉപയോഗിക്കും. നമ്മുടെ ചർച്ചയിൽ കഴിവതും അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതങ്ങനെ അത് പത്മകുമാർ ക്ഷമിക്കണം, ഞാൻ ഇടപെടുന്നത് കൊണ്ട് നേരത്തെ ഇവിടെ സിനിമയിലെ ഒരു ഡയലോഗാണ് പറഞ്ഞത്. ആ സിനിമയിലെ ഡയലോഗ് ആരുടെയും തന്തയുടെ വകയല്ല രാജ്യം എന്നുള്ളതാണ് എങ്കിൽ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ എന്താണെന്നറിയാമോ? പിണറായി വിജയന്റെ അമ്മായപ്പൻ സ്ത്രീധനം കൊടുത്തതല്ല കേരളം എന്നാണ്. അല്ല, ഞാൻ പബ്ലിക് സ്റ്റേജിൽ പ്രസംഗിച്ച കാര്യമല്ല പറയുന്നത്. നമ്മുടെ ചാനലിൽ നമ്മുടെ ചർച്ചയ്ക്ക് വരുമ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ അവർ ഓരോ സ്ഥലത്തും ഓരോ ആളുകളും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. നമ്മുടെ പ്രതിപക്ഷ നേതാവും മറ്റേ നേതാവും KPCC പ്രസിഡൻ്റൊക്കെ സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ. നമ്മുടെ ചർച്ചയിൽ താങ്കളുടെ ചാനലിലെ ചർച്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ ആളിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ CAA സമരത്തിൽ തന്നെ പാവപ്പെട്ട ഒരു മിണ്ടാപ്പാണിയെ റോഡിലിട്ട് പരസ്യമായി കഴുത്തറുത്ത് കൊന്നിട്ട് അതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ നമുക്ക് കൂടുതൽ പറയണ്ട ഈ കാര്യത്തെ സംബന്ധിച്ച്. ഇത് സമരത്തിന്റെ പേരിലൊന്നും അല്ല കേട്ടോ, ഫാക്ട്സ് ക്ലിയർ ചെയ്യണേ. ഇപ്പൊ പ്രചരിപ്പിക്കും. അല്ല, ഞാൻ പരസ്യമായിട്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചോ എന്നുള്ള കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അല്ല, പാർട്ടിയിൽ അല്ല ചരിത്രം അല്ലല്ലോ ചോദിച്ചോ. ഞാൻ പറഞ്ഞ കാര്യം താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്റെ പേരിലാണ്? സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി. അല്ല, ആയിക്കോട്ടെ നിങ്ങളുടെ പാർട്ടി അല്ല ഞാൻ സംസാരിച്ചോട്ടെ. നിങ്ങൾ സംസാരിച്ച മിണ്ടായിരുന്നു. ഞാൻ മടയനായതുകൊണ്ടല്ല. ഞാൻ മടയനായതുകൊണ്ടല്ല. നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരുടെയും ഏതൊട്ട് നൂലുകെട്ട് ഇപ്പോൾ വരെയുള്ള സംഭവമൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം അതൊന്നും സംസാരിപ്പിക്കരുത്. അപ്പം അത് ഉണ്ടാതിരിക്കുക. അല്ല, താങ്കൾ പറയുന്നു CAA പ്രക്ഷോഭത്തിന്റെ കാര്യത്തിനകത്താണ് ഇദ്ദേഹത്തെ പാർട്ടി നടപടി നേരിട്ടതെന്നല്ല. അതാണ് അതുകൊണ്ട് റിജിൽ സ്വാഭാവികമായ കാര്യത്തിൽ ഇടപെടാൻ കഴിയും. പക്ഷെ അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് മുന്നോട്ട് പോകൂ താങ്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രാഹുൽ മാക്കിറ്റോട് നിങ്ങൾ ഒന്ന് സൈലന്റ് ആവാൻ പറഞ്ഞോളൂ. ഞാൻ പറയാനുള്ള കാര്യം ഇത് ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒളിച്ചു കിടത്തുന്നതല്ല. 2019 ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, CAA ഇന്ത്യയിൽ നടപ്പിലാക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നു. അത് നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങി. കോവിഡ് കാലമായതുകൊണ്ട് കുറേ കാര്യത്തിൽ അതിൻ്റെ റൂൾസൊക്കെ മാറ്റുന്നതിനും അതുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രശ്നങ്ങളും വന്നതിൻ്റെ പേരിൽ ഒരു ഡിലേ ഉണ്ടായി. ഞങ്ങളത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നു. ഈ നിയമം ആരുടെയും സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിലുള്ള ആരുടെയും സിറ്റിസൺഷിപ്പ് എടുത്ത് കളയാൻ അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു റിലീജിയസ് പ്രോസിക്യൂഷൻ, ഇത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതിനെ ഓൺ ചെയ്യുന്ന നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തിട്ടുള്ള ഒരു നിലപാടിനെ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നിലപാടിൽ സംബന്ധിച്ച് 1950 ലിക്കായത്ത് പാക്ട് നിങ്ങൾക്കറിയാം, നെഹ്റുവിൻ്റെ ആ പാക്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കേണ്ടി ഒരിക്കലും വരില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ ഇപ്പോൾ പലരും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടല്ലോ. KPCC അങ്ങനെ എടുക്കുന്നു, മുഖ്യമന്ത്രി ഇങ്ങനെ എടുക്കുന്നു. ഓരോ നേതാക്കന്മാരും ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു, കാരാട്ട് ഇവരുടെ പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുള്ള തീരുമാനം, നമ്മുടെ നെഹ്റുവിൻ്റെ ഫസ്റ്റ് പ്രധാനമന്ത്രിയുടെ നെഹ്റുവിൻ്റെ വാദങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ, 2012 പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം, CPIയുടെ നേതാക്കന്മാരെ എടുത്തിട്ടുള്ള നിലപാടുകൾ, മമതാ ബാനർജി ഓരോ ഘട്ടത്തിലും എടുത്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എല്ലാം ഇപ്പോൾ പാസ്സാക്കിയ നിയമത്തിന് അനുകൂലമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ
കരാട്ട് രാജ്യസഭയിൽ പറഞ്ഞതിനെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വായിച്ച് കേൾപ്പിച്ചു തരാം. മൻമോഹൻ സിംഗ് അന്നത്തെ 2003 ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ഈ പാർലമെന്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. കാരാട്ടിന്റെ പ്രസംഗം കാരാട്ടിന്റെ പ്രസംഗം അവിടെ നിൽക്കട്ടെ. വരാം. ജെ.ആർ. പത്മകുമാർ കാരാട്ടിന്റെ പ്രസംഗം തയ്യാറാക്കി വെക്കൂ. എനിക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളല്ല 4 പേർക്ക് സമയം കൊടുക്കുമ്പോൾ ഒരു വാക്ക് 2012 മെയ് മാസം 22 മൻമോഹൻ സിംഗിന് പ്രകാശ് കാരാട്ട് എഴുതിയ ഒരു കത്തുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ വേണമെങ്കിൽ അത് വായിച്ചു തരാം. എന്താണ് വായിച്ചു തരാം? വായിക്കണോ? വായിക്കണ്ട, അതിന്റെ ഉള്ളടക്കം നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് 2012 ഈ റിലീജിയസ് പ്രോസിക്യൂഷനുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള മൈനോറിറ്റി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുമ്പോൾ ഒരു ലിബറൽ വ്യൂ എടുക്കണമെന്നാണ് ബംഗ്ലാദേശിലെ മൈനോറിറ്റി. ആരാ മൈനോറിറ്റി? നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിന്റെ 2012 പാർട്ടി കോൺഗ്രസിന്റെ ഡിസിഷൻ വേണോ? നിങ്ങളുടെ റെസൊല്യൂഷൻ വേണോ? വായിക്കണോ? 2012 ഒരു മിനിറ്റ്. നല്ല പോയിന്റാണ്. ജെ.ആർ. പത്മകുമാർ. ഷംസുദ്ദീനാണ് ഇനി സമയം. അടുത്ത അവസരം ഷംസുദ്ദീനാണ്. പക്ഷെ ഒരു ചെറിയ ഷംസുദ്ദീൻ, നേരത്തെ ജെ.ആർ. പത്മകുമാർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ പ്രകാശ് കാരാട്ടിനെ പോലുള്ളവർ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ആവശ്യപ്പെട്ട കാര്യം എന്ന നിലയിൽ അദ്ദേഹം ചില വാചകങ്ങൾ ഉദ്ധരിക്കുകയാണ്. നോക്കൂ, ഇത്തരം ആവശ്യങ്ങൾ എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനായാലും പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും. ബംഗ്ലാദേശ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്, പഴയ കിഴക്കൻ പാകിസ്ഥാനിൽ. അവിടെയാണ് പിന്നീട് ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുള്ളത്. അത്തരം ആവശ്യങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിലാണോ നമ്മൾ CAA പക്ഷേ കാണേണ്ടത്? അല്ല, ഇവിടെ ഇത് വളരെ ക്ലിയറാണ്. ഇത് ഫാസിസത്തിൻ്റെ BJPയുടെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പൗരത്വ ഭേദഗതിയാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ പോലെ, മുത്തലാഖ് നിയമം കൊണ്ടുവന്നതുപോലെ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ 2ാം തരം പൗരന്മാരാക്കുക. അപ്പം നിങ്ങൾ പറഞ്ഞ അതേ കോണ്ടസ്റ്റിലേക്ക് ഞാൻ വരാം. അഭയാർത്ഥികളുടേതാണ് പ്രശ്നമെങ്കിൽ, അതാണ് പരിഹാരമെങ്കിൽ, എന്തിന് അവിടെ പ്രത്യേകമായി മുസ്ലിങ്ങൾ ഒഴികെ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റികളുടെ എണ്ണി പറഞ്ഞ പോലെ അങ്ങനെ കമ്മ്യൂണിറ്റികളെ എണ്ണി പറയേണ്ട കാര്യമില്ല. ആ രാജ്യത്ത് നിന്ന് വന്ന ആർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാം. ഈ രാജ്യങ്ങളിൽ നിന്ന് റിലീജിയസ് പെർസിക്യൂഷനോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പീഡനങ്ങളുടെ ഫലമായി ഒരാൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. അതിന് ഇങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഒരു ഡിവിഷൻ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, റിലീജിയസ് പെർസിക്യൂഷനോ മറ്റ് വംശീയമായ പ്രശ്നങ്ങളോ ആണെങ്കിൽ ഈ പറഞ്ഞ 3 രാജ്യങ്ങളെക്കാൾ ഇന്ത്യയോട് അടുത്ത് കിടക്കുന്നതാണ് മ്യാൻമാർ, ബർമ്മ. നമുക്ക് ഈ മണിപ്പൂരിൽ പോയാൽ വിസയും പാസ്പോർട്ടും കൂടി വേണ്ട. ഞാനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വാഹനത്തിന് ഒരു ചെക്കിങ്ങും നടത്തിയാൽ നേരെ അങ്ങോട്ട് കടക്കാം, ബർമയിലേക്ക് കടക്കാം, മ്യാൻമാറിലേക്ക് കടക്കാം. മ്യാൻമാറിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട മറ്റൊരു റിലീജിയസ് പെർസിക്യൂഷനാണ് രോഹിംഗ്യൻ മുസ്ലിംസ്. ഡൽഹിയിലടക്കം ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയാണ്. അവർക്ക് പൗരത്വമില്ല, പാസ്പോർട്ടില്ല, ആധാർ കാർഡില്ല. അതുകൊണ്ട് തന്നെ ഒരു ആനുകൂല്യം കിട്ടൂല, ഒരു ജോലിയില്ല, കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ പലയിടത്തും കിടന്ന് തിരിയാണ്. അത് ഒരു പ്രശ്നമല്ലേ? അഭയാർത്ഥി പ്രശ്നമല്ലേ? അപ്പോൾ ആ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കണ്ടേ? അവർക്ക് കൊടുത്തൂടെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ്? ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ എന്താ വലിയ പ്രക്ഷോഭം ഉയർന്നു വരാൻ കാരണം? ഇതിനേക്കാളെ അടുത്താണ് ശ്രീലങ്ക. അതൊക്കെ ഉണ്ട് ഷംസുദ്ദീൻ. പക്ഷെ നേരത്തെ ജെ.ആർ. പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മൾ അവിഭക്ത പാകിസ്ഥാനെ നോക്കൂ. ഒരു സെക്കൻഡ് സാർ. അവിഭക്ത പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അവിടെ അതൊരു മതാധിഷ്ഠിത രാഷ്ട്രമായി മാറുന്ന ഘട്ടത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പെർസിക്യൂഷൻ നേരിടുകയാണ് എങ്കിൽ ഇന്ത്യയിൽ അവർക്ക് അഭയം നൽകുമെന്നുള്ളത്. നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ മാറ്റിവെക്കുക. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ ഇല്ല. ഏതായാലും BJP സർക്കാർ അഫ്ഗാനിസ്ഥാനെയും കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ അഫ്ഗാനിസ്ഥാൻ കൂട്ടിച്ചേർക്കേണ്ടി വന്ന ഒരു സാഹചര്യം BJP ഒരുപക്ഷെ വിശദീകരിക്കുക താലിബാനൈസേഷന് ശേഷമാണ്. താലിബാനൈസേഷൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ മതാധിപത്യമാണ്. വേറെ ഒരു വിഭാഗത്തിനും അവിടെ ഒരു റോളുമില്ല.
അങ്ങനെയാണ് ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പാലിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് നടപ്പാക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് ബി ജെ പിയുടെ റോൾ, ബി ജെ പിയുടെ സമീപനം. തെറ്റാണ്. ഈ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ വായിച്ചു നോക്കൂ. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നവർ, പാകിസ്ഥാനിലേക്ക് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നവർ, അവർക്കൊക്കെ പ്രത്യേക പ്രൊഫഷനിൽ പൗരത്വം നൽകാനുള്ള വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇത് ഒരു ഡിസ്ക്രിമിനേറ്ററി ലോ, വിവേചനപരമായ ഒരു നിയമം. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എപ്പോഴും 2ാം തരം പൗരന്മാരാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് പൗരത്വത്തിന് മുസ്ലിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി, അതിൻ്റെ പേരിലുള്ള ചർച്ചകൾ രാജ്യത്ത് വംശീയമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ അമിത്ഷാ ബംഗാളിൽ പോയിട്ട് എന്താ പ്രസംഗിച്ചത്? 2019 ഈ നിയമം പാസ്സാക്കിയപ്പോൾ ബംഗാളിൽ പോയിട്ട് പ്രസംഗിച്ചു. ഇപ്പൊ ഇവിടെ കുറെ ആളുകൾ അനധികൃതമായി താമസിക്കുന്നുണ്ട്, ഒരു മതത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് ഇവിടെ വീടുകളുണ്ട്, അവർക്ക് ഇവിടെ കടകളുണ്ട്. ഈ നിയമം ബംഗ്ലാദേശ് ഇമിഗ്രൻസിനെ ചിതലുകൾ എന്നാണ് വിളിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചത്. അപ്പോ അവര് നാളെ ഇവിടുന്ന് പോയാൽ, മറ്റൊരു പാർട്ടിക്ക് ഇതിൽ താല്പര്യം ഉണ്ടാക്കുകയാണ്, അവര് നാളെ ഇവിടുന്ന് പോയാൽ ഇത് തദ്ദേശീയർക്ക് അർഹതപ്പെട്ടതാണ്. ഏത്? അവരുടെ വീടുകൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ. അപ്പോൾ വംശീയത വരാൻ വളരെ എളുപ്പമാണല്ലോ. പിന്നെ ഇത് തീരുമാനിക്കാനാണ് ഇതിന്റെ തുടർന്ന് NRC NPR ഒക്കെ വരികയാണ്. NRC NPRൽ ഒരു മുസ്ലിം, അയാൾക്ക് രേഖകൾ തെളിയിക്കാൻ സാധിച്ചില്ല, അയാളുടെ പൗരത്വം നഷ്ടമായി എന്ന് വെക്കുക, അയാൾക്ക് തിരിച്ച് പൗരത്വം കിട്ടാൻ പ്രൊവിഷനില്ല. നേരെ മറിച്ച് മുസ്ലിം അല്ലാത്ത ഒരാൾ ഈ NRC NPR വഴി പൗരത്വം നഷ്ടപ്പെട്ടാൽ അവർക്ക് ഈ പ്രൊവിഷനിലൂടെ CAA അമെൻമെന്റിലൂടെ പൗരനായ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ പൗരത്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ 2ാം കിടക്കാരാക്കാൻ വേണ്ടി, അത് വിചാരധാരയിലെ ഡിക്ലെയർഡ് സംഗതിയാണ്. അത് ഈ അവരുടെ ആദർശത്തോട് യോജിക്കാത്തവർ, അവരുടെ വിശ്വാസ പ്രമാണത്തോട് യോജിക്കാത്തവർ 2ാം തരം പൗരന്മാരായി ഇവിടെ ജീവിച്ചു കൊള്ളണം. പൗരാവകാശങ്ങൾ പോലുമില്ലാത്ത അടിമകളെപ്പോലെ ഗോൾവാൾക്കറുടെ വൈരാഗ്യത്തിന്റെ സിദ്ധാന്തമാണത്. ആ സിദ്ധാന്തമാണ് നരേന്ദ്രമോദി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ പ്രബുദ്ധ ലോകത്ത് അതിനെതിരായ എതിർപ്പുകൾ ഉണ്ടാവും. വംശീയത ഉണ്ടാക്കാനുള്ള ഈ ശ്രമങ്ങൾ ഇന്ത്യ ഒരു വംശീയ ആക്രമണത്തിന്റെ, വംശീയ വിരോധത്തിന്റെ മേഖലയാക്കി മാറ്റി അധികാരം കൈയാളാൻ നരേന്ദ്രമോദിയും സംഘപരിവാരം ശ്രമിച്ചാൽ അതിനെതിരായ പ്രതിരോധങ്ങൾ ഉയർന്നു വരും. റഹീമിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് ഒരു ചോദ്യം കൂടിയുണ്ട്. നേരത്തെ റഹീം തന്നെ ഉന്നയിച്ച ഒരു വിഷയം, കേരളം ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നു, തമിഴ്നാട് ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നു, ബംഗാൾ നേരത്തെ ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ പക്ഷേ മമതാ ബാനർജി പറഞ്ഞത് ഞാനൊന്ന് വിജ്ഞാപനം കാണട്ടെ, റൂൾസ് കാണട്ടെ എന്നാണ്. അവർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറ്റിയോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് റഹീം നേരത്തെ ചോദിച്ച പോലെ കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശും ആ നിലയിൽ പറയാതിരിക്കുന്നത്? അല്ല, ഇതിപ്പോ അവരുടെയൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാണ്. ഇവിടെ റഹീം പിന്നെ അതിൽ ഓരോ മുഖ്യമന്ത്രിമാരത് ആവർത്തിച്ച് പറയേണ്ടതില്ല. സ്റ്റേറ്റിന് ഈ കാര്യത്തിലുള്ള റോളും പരിമിതമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ റഹീം പറയേണ്ട ഒരു മറുപടി ഉണ്ടായിരുന്നു. ഈ കേസിൻ്റെ കാര്യം പറഞ്ഞു. 2019 നടന്ന പ്രക്ഷോഭം എവിടെയും ഇതിൻ്റെ പേരിൽ ഒരു പോലീസ് വാനിൻ്റെ ചില്ല് പോലും തകർത്തിട്ടില്ല. സമാധാനപരമായ പ്രക്ഷോഭം. പക്ഷേ കേരളത്തിലെ പോലീസ് 850ഓളം കേസുകൾ ഇതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇപ്പം പിൻവലിക്കാൻ നിങ്ങൾ പറയുന്ന ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. കോടതി ചെല്ലുമ്പോൾ പിൻവലിക്കുമ്പോൾ അതിൻ്റെ ചില പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അനാവശ്യമായ കേസുകൾ എടുത്തതാണ് ഈ പ്രശ്നം. പള്ളിയിലെ അനാവശ്യമായ കേസ് എടുത്തതായിരുന്നു പ്രശ്നം, അത് പിൻവലിക്കാനും തയ്യാറായില്ല. ചർച്ചയിലേക്ക് പോകാം. ജെ ആർ പത്മകുമാറിന് മറുപടി റഹീം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ജെ ആർ പത്മകുമാറിനോടല്ല, ഞാൻ റഹീമിനോടാണ് ചോദിച്ചത്. താങ്കൾക്ക് മറുപടിക്കാണ് റഹീമിനുള്ള അവസരം. ശ്രീ പത്മകുമാർ അദ്ദേഹം പറയാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ടൊരു മറുപടി ശ്രീ ഷംസീനുള്ള സൂചിപ്പിച്ചു. നിങ്ങൾ റിലീജിയസ് പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് അഭയം കൊടുക്കണമെന്നുള്ളത് മാനുഷികമായ പരിഗണനയാണ്. നിങ്ങളതിൽ മതം കലർത്തുന്നതും മതം നോക്കുന്നതും മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്നതാണ് പ്രശ്നം. എന്താ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രശ്നം?
ഒരേ ദിവസം അല്ല, ഒന്ന് വഴങ്ങുമോ? നിങ്ങൾ ഒന്ന് വഴങ്ങുമോ? പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒന്ന് വഴങ്ങുമോ? മൈനോറിറ്റിയെ ഞാൻ കുറിച്ച് അതിന് പറയുന്നു. ഒറ്റ വാക്കിൽ മറുപടി പറയാം. ഞാൻ സംസാരിക്കട്ടെ. ഇല്ല 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 ഞാൻ പറയട്ടെ. ഞാൻ കംപ്ലീറ്റ് ഒന്ന് വഴങ്ങുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോ വഴങ്ങുമെന്നാണ് ചോദിച്ചത്. മൈനോറിറ്റി അഹമ്മദി ഞാൻ ഇടപെടുന്നില്ല. ഇല്ല വഴങ്ങുന്നില്ല, പ്ലീസ് വഴങ്ങുന്നില്ല ശ്രീ പത്മകുമാർ. ഇപ്പോൾ അഹമ്മദിയ മുസ്ലിംസ് ഒരു അഹമ്മദിയ മുസ്ലിമും അതേസമയം തന്നെ അവിടെ നിന്നൊരു ഹിന്ദുവും ഒരേ ദിവസം ഇന്ത്യയിലേക്ക് വരുന്നുവെന്നിരിക്കട്ടെ. റിലീജിയസ് പെർസിക്യൂഷൻ ഇരയായി വരികയാണ് രണ്ടുപേരും. അതിൽ അഹമ്മദിയ മുസ്ലിമിന് കിട്ടില്ല, ഹിന്ദുവിന് കിട്ടും. ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ്. ഇന്ത്യയിൽ എനിക്ക് പൗരത്വമുള്ളത്, പത്മകുമാറിന് പൗരത്വമുള്ളത്, ഷംസുദ്ദീന് പൗരത്വമുള്ളത്, ശ്രീ നികേഷിനും റിജിൽ മാക്കുറ്റിക്കും പൗരത്വമുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ ജനിച്ചവർ, ഇവിടെ താമസിക്കുന്നവർ എന്ന ഭൂമിശാസ്ത്രപരമായ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതല്ല. നിങ്ങൾ പറയുന്നു മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കുകയാണ്. അത് ഇന്ത്യ മതരാഷ്ട്രമാകുന്നതിൻ്റെ പ്രധാന ചുവടുവയ്പ്പാണ്. അങ്ങനെയല്ല. നിങ്ങൾ ഒരുപാട് ചുവടുവയ്പ്പുകൾ നടത്തി. നിങ്ങൾ പറയുന്നു, നിങ്ങൾ പറയട്ടെ, ഞാൻ കേൾക്കുക. ഒന്ന്, നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അയോധ്യയിൽ പോയി അവിടെ ശിലാസ്ഥാപനം നടത്തി, അവിടെ ഉദ്ഘാടനം ചെയ്തു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു, മഹാകാര്യമാണ് എന്ന് പറഞ്ഞ് രാജ്യസഭയ്ക്കുള്ളിൽ നിങ്ങൾ പ്രമേയം പാസാക്കി. ഇനി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന പരിപാടി നിങ്ങൾ എങ്ങനെയാക്കി? അതൊരു അധികാര വാഴ്ച പോലെ അവിടെ ഏത് അനുഷ്ഠാനങ്ങളാണ്? ഒരു മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറച്ചു. ഇതൊക്കെ ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ സങ്കല്പങ്ങൾക്ക് ചേർന്നതാണോ? ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെയല്ലേ? ആ കൂട്ടത്തിലാണ് നിങ്ങൾ പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന വിധം പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നു. ഞാൻ ഒരു കാര്യം ശ്രീ നികേഷിനോട് ചോദിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം, ഏതെങ്കിലും ഒരു രാജ്യം ഇത് ശരിയാണ് എന്നതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രശ്നം. രണ്ടാമതൊരു കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി മറുപടി പറയേണ്ടത് ഒരു കാര്യത്തിൽ മാത്രമല്ല. കോൺഗ്രസ് നിരവധി കാര്യത്തിൽ ഇങ്ങനെ ഒളിച്ചുകളി നടത്തുന്നുണ്ട്. ഞാൻ അതിലൊരു ഉദാഹരണം പറയാം. ഇത് വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഉന്നയിച്ചതാണത്. നോക്കൂ നികേഷേ, ഇന്ത്യൻ പാർലമെൻറ്റ് രാജ്യസഭയിൽ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന്, ഏക സിവിൽ കോഡ് രാജ്യസഭയ്ക്കകത്ത് കൊണ്ടുവരുന്നു, സ്വകാര്യ ബില്ലായി. ആ ദിവസം കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പോലും അവിടെ ഇരുന്നില്ല, മുങ്ങിക്കളഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ശ്രീ PV അബ്ദുൽ വഹാബ്, ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഈ നിർണായകമായ നിമിഷങ്ങളിൽ ദിവസം ഈ സഭയ്ക്കകത്തില്ലല്ലോ എന്ന് പാർലമെൻറ്റിൽ പരസ്യമായി പ്രസംഗിച്ചു. ശ്രീ PV അബ്ദുൽ വഹാബ്, കോൺഗ്രസിൻ്റെ പ്രതിനിധി, മുങ്ങിക്കളഞ്ഞു. അതേ രാജ്യസഭയ്ക്കകത്ത് ഈ അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിന് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയം ജനാധിപത്യ വിരുദ്ധമാണ്, മതനിരപേക്ഷ ഇന്ത്യക്ക് കളങ്കമാണ്, ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ പാർട്ടി ഇറങ്ങിപ്പോയി. തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിപ്പോയി, DMK ഇറങ്ങിപ്പോയി, അന്ന് അവിടെ നിന്ന് തെറ്റാണെന്ന് പറഞ്ഞ് സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയി, സകലരും ഇറങ്ങിപ്പോയി, ലീഗ് ഇറങ്ങിപ്പോയി. അപ്പോഴും കോൺഗ്രസ് അവിടെ ഇരുന്നു, വൈകുന്നേരം വരെ ഇരുന്നു. ഏക സിവിൽ കോഡ് രാജ്യസഭയിൽ വന്നപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ഇരിക്കാത്തവർ രാമക്ഷേത്രത്തെ കൊണ്ടുവന്നതിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും തെറ്റായൊരു നിമിഷം രാജ്യസഭയ്ക്കകത്തിരുന്നേ ഈ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും. ശരി, വ്യക്തമാണ്. താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. റിജിൽ മാക്കുറ്റി വേണുഗോപാൽ മുതൽ ഈ സകല പേരും ഞാൻ പറയുന്നത് ആ കോൺഗ്രസ് വ്യക്തമാണ്, മനസ്സിലായല്ലോ, പൊളിറ്റിക്സ് മനസ്സിലാവുന്നുണ്ട്. സമീപനവും അതിന്റെ തുടർച്ചയാണ്. ഞാൻ പറയാം. ഹലോ റിജിൽ മാക്കുറ്റി പറഞ്ഞോളൂ, കേൾക്കാം, വേഗം. ഹലോ ആ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലൊക്കെ ഞങ്ങളെടുത്ത നിലപാട്, ആ രാജ്യസഭയിൽ അവിടെ ഇരുന്നപ്പോഴും ഞങ്ങൾ ഈ രാമക്ഷേത്രത്തിനകത്ത് പ്രധാനമന്ത്രി ഈ ചെയ്ത കാര്യം ശരിയാണെന്ന് കോൺഗ്രസിൻ്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. ഈ രാജ്യത്തിനകത്ത് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിനായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിൽ തന്നെയാണ് അത് ഈ രാജ്യത്ത് ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങൾ എവിടെയാണ് BJPക്കെതിരായിട്ടുള്ള ഫൈറ്റ് നടത്തുന്നത്? നിങ്ങളുള്ള പല സംസ്ഥാനങ്ങളിലും എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ? നിങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന എത്ര പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്?
എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കോൺഗ്രസിനെതിരായി ആരോപണം ഉന്നയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു പിന്നെ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തെന്ന് രവി പറയുമ്പോൾ ഞാൻ ചോദിച്ചു, കേരളത്തിലെ ഒരു മന്ത്രി ഈ NRC വിഷയത്തിനകത്ത് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ കമന്റ് നടത്തിയ മതവെറി നടത്തിയ ഒരാളാണ് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി. ആ അനുരാഗ് ഠാക്കൂർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാനുമായി വളരെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞത് CPM-ന്റെ നേതാവും ഇന്നത്തെ മന്ത്രിയുമായി MP രാജേഷാണ്. അദ്ദേഹം അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ ഈ ഒരു ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സന്ധി സംഭാഷണങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഏത് രൂപത്തിലാണ് നിങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന അറിയാം. കേരളത്തിൽ ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഈ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കേസ് 39 തവണ മാറ്റിവെച്ചത്? എന്താണ് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പിന്നെ അബ്ദുള്ള കുട്ടിയുടെ കേസ്, പഴയ കോൺഗ്രസ് നേതാവ്, സകലവരുടെയും കേസ് എങ്ങനെയാണ്? ഒരു ED കേസുണ്ടോ നിങ്ങൾ നിങ്ങൾ താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. അതിൽ ഇപ്പൊ ഇവര് 3 പേര് പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ വാക്കുകളിൽ ഞാൻ മറുപടി പറയാം. നേരത്തെ റഹീം പറഞ്ഞപ്പോ താങ്കൾക്ക് എന്തോ പെട്ടെന്ന് പ്രതികരിക്കാനുണ്ടായിരുന്നു. അഭയാർത്ഥി അല്ല അത് രണ്ടും ഞാൻ പറയാം. രണ്ടും പറയാം. സംശയം പറഞ്ഞത് രോഹിംഗ്യൻ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട്, രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, മറ്റവർക്ക് ഈ മനുഷ്യത്വമാണെന്ന് പറഞ്ഞാൽ മറ്റവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഇതാണ്. നമ്മൾ ഇൻ്റർനാഷണൽ കൺവെൻഷനിലോ അല്ലെങ്കിൽ റെഫ്യൂജി എഗ്രിമെൻറ്റിലോ ഒപ്പിട്ടിട്ടില്ല. നമ്മൾ 2011 മുതൽ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ വ്യക്തികളോ സംഘടനയോ ഇന്ത്യക്കെതിരായി നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല. അതാണ് നമ്മുടെ 2011 മുതലുള്ള രോഹിംഗ്യൻ അവരാവശ്യപ്പെടുന്നത്. ഒരു മതപരമായ സെപ്പറേറ്റ് രാജ്യം വേണമെന്ന്. മ്യാൻമർ തന്നെ പറയുന്നത് ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ്, അവരവിടെ പോകണം എന്നുള്ള മതപരമായിട്ടുള്ള. ഇവർക്കൊരു തീവ്രവാദി സംഘടനയുണ്ട്, ഭീകരഭാഗ ഗ്രൂപ്പുണ്ട്, ആർക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്നുള്ളതാണ്. ആ ആർമിയാണ് 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ മ്യാൻമറിൽ പോകുമ്പോൾ 100ഓളം പോലീസുകാർ ഉൾപ്പെടെ കൊല ചെയ്ത് കുഴിച്ചു മൂടിയൊരു. അപ്പോൾ അങ്ങനെയുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയുടെ 2011 SOP അനുസരിച്ച് കൊടുക്കില്ല. അതാണ് കാര്യം. പിന്നെ ഇതൊക്കെ പറഞ്ഞ നമ്മുടെ അഹമ്മദിയുടെ കാര്യം 1947 പറഞ്ഞോട്ടെ 2000 അതിൻ്റെ പേര് ആർസു എന്നാണ്, ARSA എന്നാണ് ആ ഭീകരവാദ സംഘടനയുടെ പേര്. ഇദ്ദേഹം പറഞ്ഞ അഹമ്മദിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ 1947 ഇന്ത്യ വിഭജനം ഉണ്ടായി. അതുപോലെ തന്നെ 1950 നമ്മുടെ ലിഖായത്ത് പാക്ട് ഉള്ളപ്പോഴും ഈ 1974 വരെ പാകിസ്ഥാനിലെ മുസ്ലിമായിരുന്നു അഹമ്മദിയൻ. മുസ്ലിം മതവിശ്വാസികളാണെന്നാണ് അവർ അംഗീകരിച്ചാണ്. 74 ശേഷം അവർ പറയുകയാണ് ഞങ്ങൾ ഇവരെ കൂട്ടില്ല എന്ന് പറയുമ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ചുമതലയൊന്നും ഇന്ത്യക്കില്ലല്ലോ. പിന്നെ ഈ രോഹിംഗ്യൻ റെഫ്യൂജികളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ തെരുവിൽ വന്ന് കിടക്കുന്നു. കാശ്മീരിൽ നിന്ന് ഒരു 5-6 ലക്ഷം ആളുകൾ ഇന്ത്യയുടെ തെരുവിലുണ്ട്. നിങ്ങൾക്ക് കണ്ണീര് വരുന്നുണ്ടോ? കിടക്കുന്നുണ്ടല്ലോ. എന്താ അവരങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അപ്പൊ ഇതൊന്നും അല്ല കാര്യം. ഇത് സംബന്ധിച്ച് ആരെയും സിറ്റിസൺഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല. റഹീം പറഞ്ഞ പോലെ പത്മകുമാറിന്റെയും സംശുദ്ദീന്റെയും ഒക്കെ സിറ്റിസൺഷിപ്പ് കിട്ടിയത് ബൈ ബർത്ത് എന്ന് പറഞ്ഞല്ലോ. ആരെയും സിറ്റിസൺഷിപ്പ് എടുത്ത് കളയുന്നില്ല. ഇവിടെ വരുന്ന റിലീജിയസ് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് അവരെ NRC നടപ്പാക്കില്ല എന്നാണോ CJR പത്മകുമാർ താങ്കൾ പറയുന്നത്? നമ്മൾ ഇതുവരെ CAA കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. CAA-യും NRC-യും ഒന്നിച്ച് ചേരുമ്പോഴാണ് നോക്കൂ CAA-യിലൂടെ ഈ 3 രാജ്യങ്ങളിലെയും മുസ്ലിം ഇതരരെ ഈ രാജ്യത്തെ പൗരത്വം നൽകി നമ്മൾ ആദരിക്കുമ്പോൾ അതേസമയം തന്നെ ഇന്ത്യയിൽ ദീർഘകാലമായി കഴിയുന്ന മറ്റ് മുസ്ലിം വംശജരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനവും സ്വീകരിക്കുന്നു. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. 1985 ആസാം അക്കോർഡ് അനുസരിച്ചിട്ട് അതും ഇത് CA-യുമായി ബന്ധപ്പെടുത്തി അത് രണ്ടും ഒന്നാണ്. NRC ഒന്നാണ്, NBR ഒന്നാണ്, CA ഒന്നാണെന്നുള്ള രീതിയിലുള്ള റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്ന ഒരു ഒരു മിനിറ്റ് സർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ധൃതി വേണ്ട. നോക്കൂ, ഈ രാജ്യം മുഴുവൻ CJR പത്മകുമാർ, ഈ രാജ്യം മുഴുവൻ എങ്ങനെയാണോ അസമിൽ NRC നടപ്പാക്കിയിട്ടുള്ളത് അതുപോലെ ഈ രാജ്യം മുഴുവൻ NRC നടപ്പാക്കുമെന്ന് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്ന് പറഞ്ഞു. അല്ല, NRC എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? കൊടുക്കുന്നതാണോ?
പൗരത്വ രജിസ്റ്റർ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. വേറെ എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടോ? എനിക്കറിയാത്ത വ്യാഖ്യാനം. നിങ്ങൾ 4 പേര് കൂടി ചർച്ച ചെയ്തിട്ട് അല്ല നിങ്ങൾ 4 പേര് ചർച്ച ചെയ്യുന്നില്ലെന്നേ, നമ്മൾ തമ്മിലാണ് ചർച്ച ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള അങ്ങനെയല്ല. എന്നിട്ട് ഞാനൊരു കാര്യം എൻ്റെ പോയിന്റ് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർ 3 പേരും പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യം പബ്ലിക്കിന്റെ നമ്മുടെ വ്യൂവേഴ്സിന്റെ മുമ്പേ ഉണ്ട്. അവര് 3 പേരും പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ നേരത്തെ മറുപടി പറഞ്ഞു. എന്റെ ചോദ്യം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന സിറ്റിസൺസ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ട് ഒരാൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന്. ജെ.ആർ. പത്മകുമാറിനെ ഞാൻ വിശ്വസിക്കുന്നു. CAA പ്രകാരം ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അത് പൗരത്വം നൽകാനുള്ളതാണ്, അത് വിവേചനപരമാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ കേസ്. ഇവിടെയുള്ള പാനലിസ്റ്റുകളുടെയും എല്ലാവരുടെയും കേസ് അതാണ്. പക്ഷേ CAA മാത്രമല്ല, അതിനോടൊപ്പം NRCയും ഉണ്ട്. NRC എന്താണ്? ഇതിനകം തന്നെ അസമിലാണ് NRC നടപ്പാക്കിയിട്ടുള്ളത്. BJP സർക്കാരാണല്ലോ അവിടെയുള്ളത്, കേന്ദ്രത്തിലും BJP സർക്കാരാണല്ലോ. 20 ലക്ഷം ആളുകളാണ് പൗരത്വത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. ഒരു ചെറിയ സംസ്ഥാനമായ അസമിൽ 20 ലക്ഷം പേര് പൗരത്വത്തിൽ നിന്ന് പുറത്താകുമ്പോൾ ഈ രാജ്യം മുഴുവൻ നിങ്ങൾ പുറത്താക്കാൻ കാത്തിരിക്കുന്നത് എത്ര പേരെ? അങ്ങനെയല്ല. നിങ്ങൾ 15 ലക്ഷം ആളുകൾ ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ട്. വരാം. നേരത്തെ സംശുദ്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ സംശയം പറഞ്ഞ കാര്യമുണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ മറ്റു മതക്കാർ ഹിന്ദുക്കളും കുറച്ച് ആളുകൾ വരും, അതിൻ്റെ കൂടെ മുസ്ലിം വന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചോട്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ CAA വന്നു പറഞ്ഞാൽ റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്ന ആളുകൾക്കാണ്. അവിടെ നിന്നൊരു മുസ്ലിം മതാധിഷ്ഠിത രാജ്യത്ത് അവിടെ നിന്നൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒരിക്കലും റിലീജിയസ് പ്രോസിക്യൂഷൻ ആയിരിക്കില്ല. ഒന്നുകിൽ അദ്ദേഹം ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി വരുന്നതാണ്. അവിടെ നിന്ന് വരുന്ന ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഇതിന് പറഞ്ഞിട്ടുള്ള മറ്റ് കമ്മ്യൂണിറ്റികൾ ഇന്ത്യയിലേക്ക് വരുന്നത് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജീവനെ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ബെറ്റർ ലൈഫിന് വരുന്ന ആളുകളെയും പറയാതെ താങ്കൾ നേരത്തെ പറഞ്ഞു റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറയുന്ന തീവ്രവാദ സ്ക്വാഡുകൾ ഉണ്ട് എന്ന്. നോക്കൂ, അങ്ങനെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദ സ്ക്വാഡ് ഉണ്ടെങ്കിൽ സിഖുകാർക്കിടയിൽ തീവ്രവാദ സ്ക്വാഡില്ലേ? അവരെന്തിനാണ് സ്വീകരിക്കുന്നത്? ഹിന്ദുക്കൾക്കിടയിലെ ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. കേരളത്തിലുമുണ്ട് ഇന്ത്യക്കകത്ത് ധാരാളം ഭീകര സംഘടനയുണ്ട്. വിദേശത്തുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കണോ എന്നുള്ളതാണ് നടത്തിയിട്ടാണല്ലോ ജയിലിൽ അവരെ MP ആക്കിയ പാർട്ടിയാണ്. നോക്കൂ, എല്ലാവർക്കും 30 സെക്കൻഡ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി 30 സെക്കൻഡ് ഇവിടെ തുടങ്ങുന്നു. താങ്കളുടെ 30 സെക്കൻഡ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറയൂ. റിജിലിന്റെ 30 സെക്കൻഡ് ഞാൻ കുറയ്ക്കും. റിജിൽ ഇനി വർത്താനം പറഞ്ഞാല് റിജിലിന്റെയും J.R. പത്മകുമാറിന്റെയും 30 സെക്കൻഡ് പോകും. ഇനി വർത്താനം പറഞ്ഞാൽ റഹീം തുടങ്ങുക. ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ റോൾ എന്താണിത്? സംസ്ഥാന സർക്കാരുകളുടെ റോൾ എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ റോള് പരിമിതിയാണ് എന്നെല്ലാം പറഞ്ഞതിന്റെ ബാക്കി ഉത്തരമാണ് നികേഷ് ഇപ്പോൾ പറഞ്ഞത്. NRC നടപ്പിലാക്കുമോ എന്ന്. ഇവിടെ അത്തരമൊരു രജിസ്റ്റർ നടപ്പിലാക്കില്ല, ഇവിടെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാക്കില്ല എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ്. ഇപ്പോഴ് പത്മകുമാർ NRCയെ കുറിച്ച് മിണ്ടുന്നില്ല. അവിടെ പറയുകയാണ്, ഉത്തരമേ ഇല്ല. അത് BJPയുടെ രക്തത്താപ്പ് ജനം തിരിച്ചറിയട്ടെ. അതോടൊപ്പം കോൺഗ്രസിനോട് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യം പറയട്ടെ. കോൺഗ്രസ് ആവർത്തിച്ച് മറുപടി പറയേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ ഇവിടെ എടുക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് രേവന്ത് റെഡ്ഡിയും അപ്പുറത്ത് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ NRC കൂടി വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാണ്. നിയമം അറബിക്കടൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നയപ്രഖ്യാപന തീരുമാനമാണ്. ആരൊക്കെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസ്
അറബിക്കടലിലായിരിക്കും CAA എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എന്നുള്ളതാണ്. ഷെയ്ൻ ഷംസുദ്ദീൻ നോക്കൂ, കൺക്ലൂഡ് ചെയ്യൂ. പാർട്ടി വക്താവ് പാർട്ടി നേതാക്കൾ എല്ലാ കാര്യങ്ങളും വരുമ്പോ ഷെയ്ൻ ഷംസുദ്ദീൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് ലീഗ് പറയാറുണ്ട്. ഇതിനകത്ത് എന്ത് പരിമിതിയാണ് ലീഗ് കാണുന്നത്? രമേശ് ചെന്നിത്തലയായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. കോടതിയിൽ പോയത് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു. താങ്കൾ ഷംസുദ്ദീന്റെ സമയമാണ് ഇല്ലാതാക്കുന്നത്. ആര് പറയുന്നു? ഡിവൈഎഫ്ഐ പോയിട്ടുണ്ട്, കേരള ഗവൺമെന്റ് പോയിട്ടുണ്ട്. റഹീം കഴിഞ്ഞു സമയം. ഷംസുദ്ദീൻ ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് അധികാരമുണ്ട് ഉള്ള സംസ്ഥാന സർക്കാരുകൾക്കുള്ളൂ എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇവിടെ ഇപ്പൊ റഹീം പറഞ്ഞ മാതിരി NRCയും NPR ഒക്കെ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട സെൻസസ് ഒക്കെ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് റോൾ ഉണ്ട്. നിലവിൽ ഈ ആക്ട് പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റുകൾ പരിമിതമായ റോളാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുന്നത്. ഈ നിലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടാവുക, അവര് വെറും ഒരു ന്യൂനപക്ഷ വിഭാഗം മാത്രമാണ് എന്ന് പറയുക, എന്നിട്ട് മെജോറിറ്റേറിയൻ വോട്ടുകൾ നേടിയെടുക്കുക, മെജോറിറ്റിയുടെ വോട്ടുകൾ നേടിയെടുക്കുക. JR പത്മകുമാർ എന്നോടാണോ? നികേഷേ, ഞാൻ എന്താ ചോദ്യം കേട്ടില്ല. അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തെ രണ്ടായി വിഭജിക്കുക, ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും, എന്നിട്ട് ന്യൂനപക്ഷം നമുക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, നമ്മളാണ് യഥാർത്ഥത്തിൽ യോജിച്ചു പോകാത്തവർ, നമ്മൾ യോജിച്ചു പോവുക, എന്നിട്ട് ഈ രാജ്യത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 370+ നേടുക. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകത്തിലെ MP പറഞ്ഞതുപോലെ 370+ കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയിൽ മാറ്റം. അല്ലല്ല, ഞങ്ങള് നിലപാട് അന്നും ഇന്നും എന്നും നാളെയും ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനവും മറ്റ് തീരുമാനങ്ങളൊക്കെ ഞാൻ വായിക്കാന്ന് പറഞ്ഞു. ഇവരാണ് നിലപാടുകൾ മാറ്റുന്നത്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അവരുടെ ഇടയിൽ ഒരു ഫിയർ ഉണ്ടാക്കി വോട്ട് നേടി എടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് നേടാന്നുള്ളൊരു മത്സരമാണ് കോൺഗ്രസും CPM കൂടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആവേശങ്ങളൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രണ്ട് കക്ഷികളുടെ ഭാഗത്തും ഉണ്ടാവുന്നില്ല, ഒരിടത്തും ഇല്ല. രാജ്യസഭയിലെ ഈ സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് പാസാക്കി വിട്ടത് എന്ന് റഹീം ആലോചിക്കണം. അതുകൊണ്ട് 3-2 സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കുമോ എന്നുള്ളത് വരും നാളുകൾ നമ്മളെ കാണിച്ചു തരും. റഹീം, മാക്കുറ്റി, N ഷംസുദ്ദീൻ, JR പത്മകുമാർ, നന്ദി സഹകരിച്ചതിന്. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്.